എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്നാക്കായും ഡിന്നറായും അതുപോലെ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാനും കൂടെ പറ്റിയ നല്ലൊരു അടിപൊളി പോക്ക ഷവർമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ലൊരു പോക്ക ഷവർമ റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പോക്ക ഷവർമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തത്. ഈ ഒരു രീതിയിൽ കനം കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ തന്തൂരി മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. കൂടുതൽ ചൂടായി പോകരുത്, അതുപോലെ തന്നെ ചൂട് തീരെ ഇല്ലാണ്ടും ആവരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് പൊങ്ങി വരില്ല. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിക്കുഴച്ചതിന് ശേഷം കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവും. അന്നേരം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കുക. എന്നാലാണ് നമ്മുടെ ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇതാ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ടീസ്പൂണോളം ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് പൊങ്ങി ഡബിൾ സൈസ് ആവാനായിട്ട് മാറ്റി വെക്കാം. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് പൊങ്ങുന്ന ടൈമിലൊക്കെ വ്യത്യാസം വരും. ചൂടുള്ള സ്ഥലത്താങ്ക് പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങിക്കിട്ടും. തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താങ്ക് 2-2.5 മണിക്കൂറൊക്കെ ആവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ നിന്ന് ഓരോ പീസും ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്ത് കിട്ടൂല. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ഒരു ഭാഗം ചെറുതായിട്ട് ഫ്രൈ ആയിന്ന് കാണുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ചിക്കൻ എല്ലാം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ മസാല തേച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തേ ഉള്ളൂ. ഇത് അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി ഷവർമ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ലെറ്റ്യൂസ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കാബേജ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതുമാണ്. അതെല്ലാം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയാണ് എടുത്തത്. അങ്ങനെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിക്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കൈവച്ചിട്ട് പിച്ചെടുത്താലും മതി. എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം മയോണീസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കെച്ചപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതും കൂടെ ചേരുമ്പോൾ അടിപൊളിയാണ്.
അങ്ങനെ സോസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ ഒരു വെജിറ്റബിൾസിലേക്കും ചിക്കനിലേക്കും സോസുകളെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കയ്യിൽ എന്തെങ്കിലും ഉപ്പിലിട്ടതുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിലിട്ട മുളകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോ, അടിപൊളിയാണ്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പൊങ്ങി കിട്ടിയത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ച് കൊടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പുമ്പിലേക്ക് അല്പം മൈദ തൂകിയിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു 20 പീസെല്ലാം ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് കൊടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കി മാറ്റാം. മുഴുവനും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ അല്പം മൈദ തൂകിയിട്ട് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അല്പം മൈദ തൂകി കൊടുക്കുക. എന്നിട്ട് അടിയിലും മുകളിലും ഒക്കെ നന്നായിട്ട് മൈദ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ പരത്തിയെടുത്താൽ മതി. റൗണ്ടായിട്ടല്ല പരത്തുന്നത്, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ പരത്തിയെടുക്കുക. ഒരെണ്ണം പരത്തി മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ആദ്യം നമ്മൾ പരത്തി മാറ്റി വെച്ചത് തന്നെ ആദ്യം ചുട്ടെടുക്കണം. ആദ്യം പരത്തി വെച്ചത് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ടാവും, അതാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയെടുത്തത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് വെച്ച് കൊടുത്തത്. നിങ്ങൾ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ തീര് വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് പരത്തിയെടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടൂല. പിന്നെ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരണം. പൊങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരണം. ഓരോന്നും നന്നായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് പൊങ്ങി ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. നന്നായിട്ട് തന്നെ ഇതുപോലെ പൊങ്ങണം കേട്ടോ. നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് നിറക്കുന്നത്. പൊങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിങ്ങനെ തുറന്ന് കിട്ടൂല, അന്നേരം ഫില്ലിങ് നിറക്കാനും പറ്റൂല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടണം. അപ്പോൾ എല്ലാം ചുട്ടതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രെഡാണ്. ഇനി നമുക്കിതാ ഓരോ ബ്രെഡ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നടുവിൽ നിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയത് കൊണ്ടാണ് ഇതുപോലെ ഉൾഭാഗം നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തുറന്ന് കിട്ടൂല. അതുകൊണ്ടാണ് നന്നായിട്ട് പൊങ്ങി കിട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. 20 ബ്രെഡാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് കിട്ടിയിട്ടുള്ളത്. 20 ബ്രെഡ് കൊണ്ട് നമുക്ക് 40 ഇതുപോലത്തെ പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരു പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി കൂടിയാണ്. അങ്ങനെ ഇതിലേക്ക് ഫില്ലിംഗ് എല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലേക്കും ഈ ഒരു രീതിയിൽ തന്നെ ഫില്ലിംഗ് എല്ലാം നിറച്ച് കൊടുത്തിട്ട് പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുക്കുക. എല്ലാത്തിലേക്കും നിറച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. ഡിന്നറായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. പാർട്ടികളിൽ ഒരു ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്.
എല്ലാം ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് മയോണൈസും കെച്ചപ്പും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ അടിപൊളി രുചിയാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പ്രെഡാക്കി കൊടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ മുകളിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പവും അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.